ഹലോ, ഇന്നത്തെ ക്രയാർട്ട് ഒരു സ്പെഷ്യൽ ആർട്ടാണ്. ഇപ്പോഴത്തെ മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ അയ്യപ്പ ഭക്തന്മാർ മലയ്ക്ക് പോണ ഒരു മാസമല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഒരു അയ്യപ്പൻ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ കൃഷ്ണനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗണപതിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത അറ്റംപ്റ്റ് അയ്യപ്പൻ ഉണ്ടാക്കുന്നതാണ്. വല്ല തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ പേരിൽ നമ്മൾ പൊങ്കാലിടാനൊന്നും വരില്ലേ ഗൈസ്. നമ്മളൊരു അറ്റംപ്റ്റാണ്. ഞാനിങ്ങനെ എല്ലാ മതത്തിലുള്ള എന്താ പറയുക, ഓരോ ഗോഡീനെ ഞാൻ ഉണ്ടാക്കലുണ്ട്. നമുക്ക് തന്നെ മതമൊന്നുമില്ല, ജാതി മതം അത് ചോദിക്കരുത്. പിന്നെ നമുക്കങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാ മതത്തിലുള്ളത് ഉണ്ടാക്കും, അത്ര തന്നെ. ഇപ്പോൾ ക്രിസ്മസ് വന്നാൽ ക്രിസ്ത്യാനികളുടെ ഐറ്റംസ് ഉണ്ടാക്കും, അതേപോലെ എല്ലാ മതത്തിലും. അപ്പോൾ ഇതൊരു വിഷയമാക്കി എടുക്കാതെ എൻ്റെ ക്രാഫ്റ്റിനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മിക്ക ആളുകളും ലൈക്കും കമൻറ്റൊക്കെ മറക്കുന്നുണ്ട്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യം മറക്കുക. അപ്പോൾ ഇപ്രാവശ്യം മറക്കില്ല ഗൈസ്, എല്ലാവരും ഒന്ന് സബ് ഒന്ന് അടിക്കണേ. അപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സെറ്റാക്കി. ഫസ്റ്റ് താഴ്ഭാഗമാണ് സെറ്റാക്കുന്നത്. ജസ്റ്റ് ഒരു റെഫറൻസ് ഇമേജ് എടുത്തിട്ടുണ്ട്, അത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ പെർഫെക്റ്റ് അല്ലല്ലോ, കുറ്റം ഉണ്ടാവും. എന്നാലും ഒരു വിധത്തിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ ക്ലേ തന്നെയാണ്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ രണ്ട് ഇരിക്കാനുള്ള ഒരു ഇതിനെന്താ പറയുന്നറിയില്ല. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ബോഡി പാർട്ട് ചെയ്തു. പിന്നെ ഗായ്സ്, ഞാനിങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അതെനിക്ക് എൻ്റെ കയ്യിലിങ്ങനെ വെച്ച് ശ്രദ്ധയോടെ ചെയ്യണം, അതുകൊണ്ടാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇതിൽ കാണിച്ചിട്ടുണ്ട്. കാൽഭാഗമാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയൊക്കെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഓവറായി പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ കണ്ടോളൂ, അപ്പോൾ മനസ്സിലാവും. നമ്മളിപ്പോൾ 10K സബ് ആവാനായി തുടങ്ങി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ആവണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പോഴാണ് ആവുള്ളൂ. അപ്പോൾ പിന്നെ മിക്ക ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നത്. അങ്ങനെ ഉണ്ടാവില്ലേ ഗൈസ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് എന്തായാലും മറക്കുകയാണ്. എത്ര വ്യൂ ഉണ്ടെങ്കിലും ലൈക്ക് ഇടാൻ എല്ലാവർക്കും ഒരു മടിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊന്ന് അമർത്തിക്കൂടെ? അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇനി കൈഭാഗം സെറ്റാക്കി, രണ്ട് കൈയും വച്ചിട്ടുണ്ട്. ഇനി തലഭാഗം ജസ്റ്റ് ഒരു മോഡലായിട്ട് ചെയ്യാണ്, പിന്നെ ഞാനത് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യുന്നത്. തലയുടെ പോഷൻ ഇതുപോലെ ചെയ്തത്. ഇനി അത് നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇറുക്കിലെ കുത്തിയത്. എന്തെങ്കിലും ഒന്ന് ഉറപ്പിന് വേണ്ടി ഇറുക്കിലെ, അല്ലെങ്കിൽ തോൽപ്പിക്കുക കുത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് കുത്തി സെറ്റാക്കി. പിന്നെ നമ്മൾ എന്താണ് ക്ലേ എടുത്ത് ഒരു ബ്രഷ് എടുത്ത് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതേ രീതിയിൽ ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കുക. എൻ്റെ കണ്ണൻ്റെ വീഡിയോ, ഗണപതിയുടെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഒക്കെ ഷോർട്സാണ്, അതൊക്കെ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. പക്ഷെ അതിനൊന്നും ഞാൻ വിചാരിച്ചത്ര സപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഇതിലെങ്കിലും നമുക്ക് കിട്ടണം എന്നാണ് പ്രതീക്ഷ. അപ്പോൾ നമ്മളിങ്ങനെ മൈന്യൂട്ടായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല, വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞല്ലോ. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് കളർ ചെയ്യണം. ഉണങ്ങി ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ചെയ്തെടുത്തൊരു വർക്കാണിത്. ഓക്കെ, നെക്സ്റ്റ് കളറിങ്. ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത്. പിന്നെ ജസ്റ്റ് കഴുത്തിലുള്ള പൂമാലയ്ക്ക് ഞാൻ കളർ കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ചെയ്യുമ്പോൾ ഗൈസ് 2-3 കാര്യങ്ങൾ മറന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. കയ്യിലുള്ള വള അതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സെറ്റാക്കി. ഇപ്പോൾ കണ്ടതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാ അയ്യപ്പ ഭക്തർക്കും വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.